നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ട്രാവൻകൂർ ട്രസ്റ്റിന്റെ സ്നേഹസമ്മാനം. എം.പി. നാസർ ചെയർമാനായിട്ടുള്ള പുരാവസ്തു ശേഖരണത്തിന്റെ കളക്ഷൻ നിർവഹിക്കുന്ന സൊസൈറ്റി ട്രാവൻകൂർ ട്രസ്റ്റ് എല്ലാ വർഷവും രോഗികൾക്ക് നൽകി വരുന്ന സ്നേഹസമ്മാനത്തിന്റെ ഭാഗികമായ ഈ വർഷത്തിന്റെ അർഹതപ്പെട്ടവർക്കുള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്തത് കിസാൻ സർവീസ് സൊസൈറ്റി ജില്ലാ ട്രഷറർ അതുല്യ ബാബു നിർവഹിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിൽ അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപോകുന്ന വിതരണ കിറ്റിന്റെ ഉദ്ഘാടനമാണ് തൊടുപുഴി പുഴയോര ബൈപ്പാസിൽ വെച്ച് നടന്നത്. തൊടുപുഴ ട്രാവൻകൂർ സൊസൈറ്റി എല്ലാ വർഷവും നടത്തുന്ന ചാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 20 രോഗികൾക്കുള്ള ട്രാവൻകൂറിന്റെ സമ്മാനമാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നടക്കുന്നത് ഇവിടെ. KSSന്റെ ജില്ലാ ട്രഷറായിട്ടുള്ള ബാബു അതുല്യ, അതേപോലെ തന്നെ ട്രാവൻകൂർ സൊസൈറ്റിയുടെ സെക്രട്ടറി നൌഷാദ് കൊച്ചുതമ്പി, ശ്രീ KK മണി, അതേപോലെ തന്നെ നമ്മുടെ ജോൺ പാസ്റ്റർ, അങ്ങനെയുള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മള് ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളിലും കിടപ്പു രോഗികൾക്കൊക്കെ എല്ലാ വർഷവും കിറ്റ് കൊടുക്കുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങൾക്ക്, അതേപോലെ തന്നെ ഈ സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, അങ്ങനെയൊക്കെ കോവിഡിന്റെ കാലത്തൊക്കെ നമ്മൾ പഠന സഹായ ഉപകരണങ്ങളായിട്ടുള്ള മൊബൈൽ ഫോൺ, TV അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഈ വർഷത്തെ വണ്ണപ്പുറം പഞ്ചായത്തിലേക്കുള്ള കിറ്റാണ്. വേറെ കുറെ സാധനങ്ങളും കൂടെ ഉണ്ട്, അത് പോകുന്ന വഴിക്കാണ് നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പല ഭാഗത്തും നമ്മൾ ഈ സ്നേഹ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കിസാൻ സഭ സൊസൈറ്റി അതുല്യ ബാബു. സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ലാഭവിഹിതമൊക്കെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. സൊസൈറ്റിയുടെ ഫണ്ടാണ്. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റി തൊടുപുഴ. ഇല്ല, അത് ഞങ്ങൾക്ക് ഒരു സൊസൈറ്റി ഉള്ളൂ. തൊടുപുഴയിലാണ് അതിന്റെ ആസ്ഥാനം. പുരാവസ്തുക്കൾ കളക്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ്. നമ്മളിവിടെ എക്സിബിഷനുകളൊക്കെ ധാരാളം നടത്തുന്നുണ്ട്. ചടങ്ങിൽ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ എം.പി. നാസർ, KK മണി, കിസാൻ സർവീസ് സൊസൈറ്റി അതുല്യ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് KK വിജയൻ.